ഇനിയിപ്പോ വന്ന് ഞാൻ കുറച്ചായി. എന്തേന് അടുത്തല്ലേ നിന്റെ പെങ്ങളെ നിശ്ചയോ? അതിന് കാര്യങ്ങളൊക്കെ ഒന്ന് ഏർപ്പാടാക്കണ്ടേ? അതിന് വാപ്പ അനിയനൊക്കെ അവിടെ ഉണ്ടല്ലോ. നിന്റെ കൂടി പെങ്ങളല്ലേ? പെങ്ങന്മാരെ നിശ്ചയം നടത്തല് പെൺവീട്ടിൽ നിന്നല്ല, അത് പിയ്യാപ്പിളിന്റെ വീട്ടിൽ നിന്നാ. ഇത് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനാ. അതിന് നിന്റെ ബാപ്പ തീരുമാനിച്ചല്ലേ? വാപ്പാനെ കൊണ്ട് തീരുമാനിപ്പിച്ച എന്റെ അനിയൻ ഇന്ന് നിശ്ചയവും കലാപരിപാടിയും ഒക്കെ കഴിയുമ്പോഴേക്ക് ഓന്റെ വീടിന്റെ പണി ഫുള്ളാവും. അവൻ വാപ്പാന്റെ ചെലവില് ആണ്ട പുള്ളിയാവോ. ആ പൊരേന്റെ പടിയാൻ ചവിട്ടൂല. മനസ്സിലാക്കി എനിക്ക്? എടോ, എന്റെ പെങ്ങളൊരു പാവാ. ഇപ്പൊ തന്നെ 10-30 വയസ്സായി. ഓള് വിചാരിച്ചിട്ടെങ്കിലും ഇനി നടന്നിട്ട് വരണോ? ഓളെ വിചാരിച്ച് ഞാൻ വരാം. പക്ഷെ ഓന്റെ ഒരു തുള്ളി വെള്ളം ഞാൻ അവിടെ കുടിക്കില്ല. അല്ലടോ, നിശ്ചയത്തിന് ഇനി ഒരാഴ്ച കൂടി ഉള്ളൂ. ഇതൊക്കെ ഇങ്ങനെ കിടക്കുക. പണിയൊക്കെ ഒന്ന് തീർക്കണ്ടേ? ഞാനെന്താക്കാനാ പണിക്കാർ വരട്ടെ? പിന്നെ ഞാൻ എന്റെ ഏട്ടനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് നീ വന്ന് കേറുമ്പോ ഇനി കൊമയ്ക്കാൻ നിക്കണ്ട. ഞാനങ്ങനെ കൊമക്കല് വേറെ ഒന്നുകൊണ്ടല്ല, എന്റെ പെങ്ങളും കൂടി ഒരു ബൈക്ക് ഇറങ്ങിപ്പോയാല് മനസമാധാനായി. സിദ്ദിഖ വരുന്ന ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഓനും കൂടി കേറുമ്പോഴത്തേക്ക് നായി തൊട്ട കലം പോലെ എന്നെ ദൂരത്ത് കൊണ്ടുവച്ചതാ. ഇങ്ങോട്ട് കയറാടുത്. നിങ്ങളെ രണ്ടാളോടും കൂടി എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇപ്പൊ നമുക്ക് വന്നത് നല്ലൊരു ബന്ധാ. ഈ കുട്ടി ഇവിടുന്ന് ഇറങ്ങി പോകുന്നത് വരെയെങ്കിലും നിങ്ങൾ രണ്ടാളും ഒരു ഏട്ടൻ അനിയനെ പോലെ നിൽക്കണം. ഇത് എനിക്ക് ഓരോന്ന് ബോധിപ്പിക്കാനാണ്. ഞാടെ ഇരുന്നടോ. അപ്പോ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാ നമ്മൾ തീരുമാനിക്കുന്നത്? ബിരിയാണി മന്തി വേണമെന്നാ കുട്ടികൾ പറയുന്നത്. പിന്നെ കാട പൊരിച്ചോ, ഐക്കോറ പൊരിച്ചോ, ചെമ്മീൻ ഫ്രൈയോ. ആന മുട്ടോണ്ട് ആംപ്ലേറ്റ് അടിച്ചിട്ട് ഓരോന്ന് അതും ആയിക്കോട്ടെ. തീരുമാനമൊക്കെ നിങ്ങൾ എടുത്തിട്ടുണ്ടെ പിന്നെ നമ്മളങ്ങോട്ട് ക്ഷണിക്കണ്ടായില്ലോ. അതിന് എന്നെ ആര് ക്ഷണിച്ചിക്കടോ? നിനക്കിപ്പോ മതിയായോ? അന്നേരം എന്നോട് മറക്കില്ല. എന്റെ അടുത്ത് ഞാൻ വീട്ടിൽ കൂടുതൽ ഒരു ഇത്തിരി ചോറ് ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അതിന് കണക്കാരനെ പെറുക്കിയാവേ. ഈ കല്യാണം കഴിയുന്നത് വരെ നിങ്ങളെ രണ്ടെണ്ണത്തിനെ ഈ പരിസരത്ത് കണ്ടുപോരുത്. ഇറങ്ങിപ്പോയിടോ അവിടുന്ന്.